എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. ഈ അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ ചെയ്യുന്നത് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഇത് ഒരു വെള്ള ചെറിയൊരു ഷീറ്റില്ലേ, അതുപോലെ ഒരു എന്താ പറയുക, ചെറിയൊരു തിക്നെസ് ഉള്ള ഒരു ഷീറ്റാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കും. നമുക്ക് കണ്ടല്ലോ, ഇതുപോലെയാണ്. അതിൽ ഗ്ലൂ ഒട്ടിക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കട്ട് ബീഡ്സും സ്റ്റോൺ ചെയിനും ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഹാഫ് കട്ട് ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റോൺ ചെയിൻ സിൽവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അതിനെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക. അതിനുശേഷം എത്ര ലെങ്ത് ആവശ്യമുണ്ടോ അത്രയും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ബാക്കി ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട്, കാരണം നമ്മൾ വയ്ക്കുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. കറക്റ്റായിരിക്കാൻ വേണ്ടി ഒന്ന് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചൊന്ന് സൈഡ് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴേക്കും കറക്റ്റായിട്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് കട്ട് ബീഡ്സ് ഞാനിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രോപ്പാണ് ഞാൻ വെക്കുന്നത്. നമ്മളെ ഡ്രോപ്പ് ഷേപ്പിലുള്ള കട്ട് ബീഡ്സ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് പല കളറും നമുക്ക് കട്ട് ബീഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫുള്ള് നമ്മൾ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഞാൻ കൂടുതൽ ഫെൽറ്റ് ഷീറ്റിൽ ചെയ്യുന്നതാണ്, വൈറ്റ് കളർ ഷീറ്റിൽ ചെയ്യുന്നതാണ് കണ്ടത്. ഫെൽറ്റ് ഷീറ്റാണ് ഇത്. OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്. ഇനി വാക്സ് സ്ട്രിപ്പ് ഉണ്ട്. നമുക്കിത് മൂന്നിലും ചെയ്തെടുക്കാം. എല്ലാത്തിലും ഒരുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, അത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് സെൻറ്ററിൽ വേറെ കളർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സിൽവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിൽവറിന് പകരം ഡാർക്ക് കളേഴ്സ് സിൽവർ ചെയ്യുന്ന ഒത്തിരി ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ വേറെ കളേഴ്സും കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇനി ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിലുള്ളതാണ് കൊടുക്കുന്നത്. അത് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം എന്താ പറയുക, സൈസ് കൂട്ടണമെങ്കിൽ അവിടെ സൈസ് കൂട്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രോപ്പ് തന്നെ കൊടുക്കണമെങ്കിൽ ഡ്രോപ്പ് കൊടുത്തും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഇനി ആ ഒരു സൈഡ് ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത്, ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ഇത് കൊടുക്കുന്നതിന് പകരം ഞാൻ ചെറിയ നമ്മുടെ ബീഡ്സില്ലേ, ചെറിയ കട്ട് ബീഡ്സ് കൊടുത്ത് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് ഇപ്പോൾ പെൻഡിങ് ആവുന്നുണ്ട്, എന്ത് പറ്റി, കറക്റ്റ് ടൈം കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇത് ഇടയ്ക്ക് ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് പലതരത്തിൽ നമുക്ക്, ഇതിപ്പോൾ ഞാൻ സെൻറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ ക്ലിപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഇത് കറക്റ്റ് ആ സെൻറ്റർ ക്ലിപ്പിൻ്റെ ലെങ്തിൽ ചെയ്യുക, എന്നിട്ട് സെൻറ്റർ ക്ലിപ്പിൽ ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനിത് അലിഗേറ്റർ ക്ലിപ്പിലായതുകൊണ്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഏതായാലും നമ്മൾ ആ ലെങ്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നു, അടുത്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്കത് സെൻറ്റർ ക്ലിപ്പിലായാലും അലിഗേറ്റർ ക്ലിപ്പിലായാലും ഒരേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏതിൽ ചെയ്താലും വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ എത്ര ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ, ഒരു 5 മിനിറ്റ്സ് അതിൽ തന്നെ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഈ 5 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അത് ഇളകി വരത്തില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് പല കളറിൽ ഞാൻ പറയാം, നമുക്ക് പല കളറിൽ കട്ട് ബീഡ്സ് ഉണ്ട്, കളറിൽ ചെയ്തെടുക്കാം. ഇത് എന്താ പറയുക, സെൻറ്റർ ക്ലിപ്പിലോ ഏതിൽ വേണം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഹാൻഡ് കൊണ്ടൊക്കെ നന്നായിട്ട് ആ ഒരു ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ ഫിനിഷ് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് ഈ ഫെൽറ്റ് ഷീറ്റൊക്കെ ആണെങ്കിൽ വൈറ്റ് കളറാകുമ്പോൾ നമുക്ക് ആ വൈറ്റ് കളർ പുറത്തേക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്ക് സ്ട്രിപ്പും, ആ കളർ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. പക്ഷേ ഈ OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കത് പുറത്തറിയാൻ പറ്റത്തില്ല. ആ ഒരു കുറച്ച് ചെറുതായിട്ടൊക്കെ പുറത്തേക്ക് നിന്നാലും അതെന്താ പറയുക, അറിയാൻ പറ്റത്തില്ല. നല്ല നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ടിരുന്നോളും. അതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ കമ്മലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഇതിൽ ചെയ്യാറുണ്ട്. കാരണം അത് ആ ഒരു കളർ നമുക്കുണ്ടോ, പുറത്തേക്ക് നിന്നാലും പെട്ടെന്ന് വൃത്തിയേടൊന്നും അറിയാൻ പറ്റും, എന്ന് വെച്ചാൽ വൃത്തിയേടായിട്ട് നിൽക്കില്ല. അതിനുശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഫിക്സ് ചെയ്യുന്നു. കണ്ടല്ലോ, ഇതൊന്ന് ഡ്രൈ ആവാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ നന്നായിട്ട്, ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് വലിച്ച് ഇളക്കാൻ നോക്കിയാൽ പോലും ഇളകി വരത്തില്ല, അത്രയ്ക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.